നമസ്കാരം. ഇന്ത്യയിൽ സമ്പന്നതയുടെ പേരിൽ മാത്രം ഓർമ്മിക്കപ്പെടുന്ന ഒരു പേരല്ല ടാറ്റ ഗ്രൂപ്പിൻ്റേതും അതിൻ്റെ സാരഥി രത്തൻ ടാറ്റയുടേതും. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ പലപ്പോഴും സാധാരണക്കാരുടേത് കൂടിയായിരുന്നു. എന്നാൽ അതേസമയം രാജ്യത്തിൻ്റെ സാമ്പത്തിക ശക്തിക്ക് കുതിപ്പേകുന്ന ഒട്ടേറെ പദ്ധതികളും കമ്പനി അവതരിപ്പിക്കാറുണ്ട്. അരങ്ങേറ്റത്തിൽ ഏറ്റവും ഒടുവിൽ ഒരു നിർണായക പ്രഖ്യാപനവുമായി ടാറ്റ ഗ്രൂപ്പ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. സാങ്കേതിക രംഗത്തെ ആഗോളതലത്തിലെ നിർണായക ശക്തിയായി ഇന്ത്യയെ വളർത്തിയെടുക്കുക എന്ന രത്തൻ ടാറ്റയുടെ മഹത്തായ ലക്ഷ്യത്തിൻ്റെ ഭാഗമായാണ് പുതിയ പ്രഖ്യാപനം. തമിഴ്നാട്ടിലെ ഹൊസൂരിൽ പുതിയ ഐഫോൺ അസംബ്ലി പ്ലാന്റിന് വേണ്ടി 6000 കോടി രൂപയുടെ നിക്ഷേപം നടത്താനാണ് ടാറ്റ ഗ്രൂപ്പ് ഒരുങ്ങുന്നത്. ഇത് താരതമ്യേന വലിയൊരു നിക്ഷേപം തന്നെയാണെന്നതിലുപരി മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. 2024 നവംബറോടെ പ്രവർത്തനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഈ സംവിധാനം രാജ്യത്തെ 4ാമത്തെ ഐഫോൺ പ്ലാന്റ് കൂടിയാണ്. 250 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു പുതിയ പ്ലാന്റ് കർണാടകയിൽ സമാനമായ രീതിയിൽ വലിയൊരു പ്ലാന്റ് തായ്വാൻ ഭീമൻ വിസ്ട്രോണിൽ നിന്ന് ഏറ്റെടുത്തതിന് പിന്നാലെയാണ് ടാറ്റയുടെ ഈ അടുത്ത സുപ്രധാന നീക്കം. ഹൊസൂർ പ്ലാന്റിൽ 50,000 തൊഴിലാളികളെ വരെ ജോലിക്കെടുക്കാൻ പദ്ധതി ഇട്ടിരിക്കുന്നു എന്നതാണ് മറ്റൊരു സുപ്രധാനമായ വാർത്ത. അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളായിരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐഫോൺ നിർമ്മാണ കേന്ദ്രമായി ഹൊസൂർ പ്ലാന്റ് മാറുകയും ചെയ്യും. പ്ലാന്റ് സ്ഥാപിക്കുന്നത് തമിഴ്നാട്ടിലാണെങ്കിലും ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ അടി കിട്ടാൻ പോകുന്നത് ഇന്ത്യയുടെ പ്രധാന എതിരാളികളായ ചൈനയ്ക്കാണ്. കാരണം നിലവിൽ ആപ്പിൾ പ്ലാന്റുകൾ ഏറിയ പങ്കും ചൈനയിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് ചൈനയുടെ സാങ്കേതിക രംഗത്തെ ആധിപത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ടാറ്റ കണക്കുകൂട്ടലോടെ ഞെട്ടിക്കുന്ന ഈ നീക്കത്തോടെ ആപ്പിൾ ഇന്ത്യയിൽ വേരുറപ്പിക്കുകയാണ് കൂടുതൽ. സമാനമായി ഇന്ത്യയിലേക്ക് മറ്റു വൻകിട ബ്രാൻഡുകളും ചുവടും മാറുമെന്നാണ് കരുതപ്പെടുന്നത്. ചൈന US ഭിന്നത കൂടി ആപ്പിളിൻ്റെ ഇന്ത്യയിലേക്കുള്ള കൂടുമാറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചുവെന്ന് പറയാം. എന്നാൽ ഈ നീക്കത്തിന് കൂടുതൽ കരുത്ത് പകരുന്നത് ടാറ്റ ഗ്രൂപ്പിൻ്റെ ഇടപെടൽ തന്നെയാണ്. 2026ഓടെ കൈവരിക്കാൻ പ്ലാന്റ് മുഖേന സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ പുതിയ പ്ലാന്റിൽ നിന്ന് പ്രവർത്തനം ആരംഭിക്കാൻ ടാറ്റ ഇലക്ട്രോണിക്സ് ഒരുങ്ങുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നു. എന്താണ് യാഥാർത്ഥ്യം? എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? കേവലം തൊഴിലവസരം സൃഷ്ടിക്കുന്നതും വൻതുക നിക്ഷേപം നടത്തുന്നതും മാത്രമല്ല, ഇന്ത്യയുടെ സാങ്കേതിക രംഗത്തിൻ്റെ വളർച്ചയ്ക്ക് കുതിപ്പേകുന്ന തീരുമാനമെന്ന നിലയിലാണ് ടാറ്റയുടെ നീക്കത്തെ കാണേണ്ടത്.